കോഴിക്കോട് കോർപ്പറേഷൻ 70-ാം വാർഡ് മാലിന്യമുക്ത ഹരിത വാർഡായി പ്രഖ്യാപിച്ചു. വാർഡ് കൌൺസിലർ എൻ ശിവപ്രസാദ് പ്രഖ്യാപനം നിർവഹിച്ചു. കാരപ്പറമ്പിലെ സ്നേഹാരാമം പാർക്കിലാണ് 70-ാം വാർഡിനെ മാലിന്യമുക്ത ഹരിത വാർഡായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ നടന്നത്. വാർഡ് കൌൺസിലർ എൻ ശിവപ്രസാദ് പ്രഖ്യാപനം നിർവഹിച്ചു. ഇന്ന് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഈ നഗരത്തിനെ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പദ്ധതികളെ, ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന യൂണിറ്റുകൾ, അജൈവ മാലിന്യങ്ങൾക്കുള്ള യൂണിറ്റുകൾ എല്ലാം തന്നെ ഹരിതകർമ്മ സേന അങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ നഗരത്തിനെ പൂർണ്ണമായിട്ടും ശുചിത്വവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടി റെസിഡൻസ് അസോസിയേഷനുകളെ, സാമൂഹിക സംഘടനകളെ പോലെയുള്ള സംഘടനകളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വാർഡിന്റെ ഓരോ പ്രദേശവും ഇതേമാതിരി വൃത്തിയാക്കിയെടുക്കാൻ ഇനിയും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഹരിത വാർഡ് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് 7-ാം വാർഡ് കൌൺസിലർ എം വരുൺ ഭാസ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ പി സുനിൽകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും. ജെ ബിഞ്ചുന അധ്യക്ഷയായിരുന്നു. 68-ാം വാർഡ് കൺവീനർ എൻ ജഗന്നാഥൻ, നക്ഷത്ര വായനശാല പ്രസിഡന്റ് സി മധുകുമാർ, കുണ്ടുപറമ്പ് യൂണിയൻ വായനശാല പ്രസിഡന്റ് എം സി സുദേശ് കുമാർ, വി എം വിജയൻ, പി ബിജു, വി നന്ദകുമാർ, എ പി വേദസ്, പ്രവീൺ തളിയിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.